ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കാൻ വേണ്ടി മോസ്കോയിലെത്തുന്നത്. നിലവിൽ ഇപ്പോഴും അദ്ദേഹം അവിടെ തുടരുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്നലത്തെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൻ്റെ ഒടുവിൽ ഇറാൻ്റെ പ്രസിഡന്റ് റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ഒരു പരസ്യമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തി. ഇതാണ് ലോകത്ത് ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു പൂർണ്ണമായ രീതിയിൽ ഇറാനെ തങ്ങൾ പിന്തുണക്കും എന്നുള്ളതാണ്. ഇതോടെ ഈ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിൽ നേരിട്ട് കൊണ്ട് റഷ്യക്ക് പങ്കുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ സംസാരത്തിൻ്റെ തുടർ ഭാഗങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മീഡിയകൾ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ ലോകത്തിലെ സൈനിക ശക്തിയായിരിക്കുന്ന ഒരു രാജ്യം പിന്തുണക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് യുദ്ധസമാന സാഹചര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ. ആ സാഹചര്യ അവസ്ഥ കാര്യങ്ങൾ ഇല്ലാതാവണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? റഷ്യയുമായിട്ട് ചർച്ച ചെയ്യേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അഥവാ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഇറാനെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിച്ച് പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നത്. അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഭയപ്പെടുത്തലും ഭീഷണിപ്പെടുത്തലും യുദ്ധക്കപ്പലിനെ അയക്കലും ലോകത്ത് സൈനികപരമായിരിക്കുന്ന ശക്തി തങ്ങൾ കാണുന്ന പറയലും അങ്ങനത്തെ വീമ്പ് പറച്ചിലുകളും സൈനികരെ സജ്ജമാക്കുന്ന സംവിധാനങ്ങളും അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തു. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് പിന്നീട് തിരിച്ചടികളുടെ കാഠിന്യം കൂടിയപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം മറ്റ് ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള പരാജയം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാവുകയും ചെയ്യുന്നതോട് കൂടിയിട്ടാണ് റൂട്ട് മാറി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ അതിന് ഏറെക്കുറെ അതിൻ്റെ രൂപങ്ങൾ ദൃശ്യമാകുന്ന തരത്തിലാണ് പുടിൻ്റെ പ്രതികരണമുണ്ടായത്. പൂർണ്ണമായ രീതിയിലുള്ള പിന്തുണ എന്ന് പറയുന്നത് കൊണ്ട് ആയുധം വേണമെങ്കിൽ അത് സായുധപരമായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി സാമ്പത്തികപരമായിട്ട് അങ്ങനെ സർവ്വ മേഖലയിലും തങ്ങൾ സഹായിക്കും എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ നിലപാടിനെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന 2-3 കാര്യങ്ങളുണ്ട്. നയതന്ത്ര ബന്ധം മാത്രം നിലനിർത്തുന്ന ഒരു രാജ്യമല്ല റഷ്യയും ഇറാനും. സൗഹൃദ ബന്ധവും ബിസിനസ് ബന്ധവും സർവ്വ മേഖലയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ റഷ്യയുടെ ഭാഗത്ത് റഷ്യയുടെ പത്രങ്ങൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാൻ തങ്ങളെ സഹായിച്ചു. വിഷമഘട്ടത്തിൽ സഹായിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം കാഠിന്യമുണ്ട് എന്ന് ഉക്രൈൻ തിരിച്ചറിഞ്ഞു. ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 30% എന്നൊക്കെ പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് 15% കാണാൻ വേണ്ടി സാധിക്കുന്നു. അത്രയും മിസൈലുകൾ ഈ റഷ്യക്ക് വേണ്ടി ഉക്രൈൻ ആക്രമിക്കാൻ നൽകിയത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലെല്ലാം വലിയ രീതിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ റഷ്യക്ക് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആയുധപരമായിരിക്കുന്ന ചോർച്ചയോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തിക്കാനുള്ള താല്പര്യം ഇറാനുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു പ്രതിസന്ധിയോ വിഷയം വരുന്ന സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും തങ്ങളുടെ ബാധ്യതയാണ്, തങ്ങളുടെ കടമയാണ്. ആ പ്രവർത്തനം തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് യുദ്ധം മറ്റു തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. യുദ്ധം പേരിന് പറയുന്ന സമയത്ത് ഉക്രൈനും റഷ്യയുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിലാണ്. അമേരിക്കയുടെ ആയുധങ്ങളാണ്, സായുധങ്ങളാണ്, സംവിധാനങ്ങളാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിച്ചതോടനുബന്ധിച്ച് മറ്റൊരു തലത്തിലേക്കും ഈ യുദ്ധത്തിൻ്റെ രീതി മാറിയത് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൗദി അറേബ്യ സന്ദർശിക്കുന്നു. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഡീലിംഗ് അല്ലെങ്കിൽ കരാറുണ്ടാക്കുന്നു. ആ പ്രതിരോധം നൽകാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ പിന്നീട് ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. അഥവാ 30-ലധികം സൈനികരോ മേലുദ്യോഗസ്ഥരോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ എത്തി എന്നുള്ളതും ഇതിന് പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടിയിട്ട് അവരുടെ തമ്പടിച്ചു എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അറിഞ്ഞു വെച്ചാൽ റഷ്യ അങ്ങനെ പറഞ്ഞു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൃത്യമായ രീതിയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ഇന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉക്രൈൻ്റെ സൈന്യം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ അവിടെ മിസൈൽ പായിക്കുകയും
ഈ മേഖല തകർക്കുകയും ചെയ്തു. 30 സൈനികരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രാദേശിക റിപ്പോർട്ട്. എന്നാൽ ഔദ്യോഗികപരമായ രീതിയിൽ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു വിവരവും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, അതിനുശേഷം വ്ളാഡിമിർ സെലൻസ്കിയെക്കുറിച്ചോ സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധത്തെക്കുറിച്ചോ അയാളിവിടെ സന്ദർശനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിശദീകരണത്തെക്കുറിച്ചോ ഈ പബ്ലിക്കായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം റഷ്യയുടെ കൈവശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരിപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ട യുറേനിയം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യ. നൽകാൻ വേണ്ടി തങ്ങൾ തയ്യാറാകും എന്നിടത്തോളമാണ് ഇറാൻ എത്തിയത്. പക്ഷേ ഇറാൻ്റെ ഔദ്യോഗികപരമായ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ സൗഹൃദ ബന്ധം നിലക്ക് അവരുടെ കൈവശത്തിൽ കൊടുത്തുകൊണ്ട് വിരോധമില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധം ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയപ്പെട്ട ആണവായുധത്തിൻ്റെ സംവിധാന കാര്യങ്ങൾ അതല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം അവിടെ ശേഖരിക്കപ്പെട്ടത് കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു കാസ്പിയൻ കടലാണ് ഇറാനെയും ഈ റഷ്യയും വേർതിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കടലുള്ളത്. ഈ കടൽ ഒരു സഞ്ചാര പാതയായിട്ട് അന്താരാഷ്ട്ര ഹൈവേ പോലെയുള്ള ഒരു പാതയൊന്നുമല്ല. ഈ രണ്ട് രാജ്യങ്ങളുമാണ് കൂടുതലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോക്കും വരവൊക്കെ ഉള്ളത്. അതുകൊണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ഈ കാസ്പിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയിലെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത ഇതിലുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ്റെ പെട്രോളിയം ഇവിടേക്ക് എത്തുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് എത്തി നോക്കാൻ ആ മേഖലയിൽ സാധിക്കുകയില്ല എന്നുള്ളത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കാഠിന്യം കൂട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടും എങ്ങനെയൊക്കെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലവിൽ അമേരിക്കക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത്. സന്ദർശനം 2-3 തരത്തിലാണ്. ആദ്യം പാകിസ്ഥാനിൽ പോകുന്നു, പിന്നീട് ഒമാനിലേക്ക് വരുന്നു, ഒമാനിൽ നിന്ന് വീണ്ടും പാകിസ്ഥാനിൽ പോകുന്നു, പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും റഷ്യയിലേക്ക് പോകുന്നു. റഷ്യയിൽ ഒരു ദിവസം സന്ദർശനം തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെ വന്ന ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും സംഘവും ഇന്നും അവിടെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഏറെക്കുറെ ഒരു നിലപാടിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നു. കാര്യം 2025 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും സമാനമായ രീതിയിൽ സന്ദർശനം റഷ്യയുടെ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചില നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ചാണ് പിന്നീട് കഠിനമായിരിക്കുന്ന കഠോരമായിരിക്കുന്ന തിരിച്ചടികൾ ഇസ്രായേലിന് നേരെ ഉണ്ടായത്. ഇസ്രായേൽ സർവ്വതും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു ആക്രമണ പെരുമ തന്നെ ഉണ്ടായതോടുകൂടിയാണ് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ പിന്നീട് അമേരിക്ക തന്നെ ഇറാനെ ആക്രമിച്ചു. എന്നിട്ടും രക്ഷയില്ലാതായ സമയത്താണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈ രീതിയിലാണ് റൂട്ടുകൾ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വല്ലാത്ത രീതിയിൽ അമേരിക്കയെ അസ്വസ്ഥതാക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തണമെന്ന് ആവർത്തിച്ചുകൊണ്ട് പാകിസ്ഥാനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കാര്യമെന്ന് പറയുന്നത് റഷ്യ ഇതിൽ നേരിട്ട് കക്ഷിയാകുന്നൊരു സ്ഥിതി വന്നാൽ, അതായത് കടൽ മോചനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ട് നിൽക്കുന്നത്. ഇറാൻ്റെ കാർഗ് ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തുകയും ഇവിടെ നിന്ന് പെട്രോളിയം മറ്റ് ലോക രാജ്യത്തിലേക്ക് എത്തുന്നത് തടയുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. തടയുക എന്ന് പറയുന്ന സമയത്ത് അന്താരാഷ്ട്ര പാതയിലാണ് തടയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തോ അറേബ്യൻ കടലിൻ്റെ ഭാഗത്തൊക്കെയാണ് തടയപ്പെടുന്നത് നടക്കുന്നത്. അല്ലാതെ ഓർമുസിൻ്റെ കടലിൻ്റെ ഭാഗത്തൊന്നുമല്ല. ഇങ്ങോട്ട് അമേരിക്കയുടെ സൈന്യവും അവരുടെ സംവിധാന കാര്യങ്ങളും എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു പോയില്ലെന്ന് ഇതിന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യയുടെ നിലപാട് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഭാവിയിൽ ചർച്ച വരാൻ സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ശേഷിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെ അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ വേണ്ടി അമേരിക്ക സമ്മതിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ യുറേനിയം തിരിച്ച് ഇങ്ങോട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം റഷ്യയുടെയും ഇറാൻ്റെയും മാത്രം പേഴ്സണൽ കാര്യമായിട്ട് മാറും എന്നുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഏതായിരുന്നാലും അതിജീവിക്കുക എന്നുള്ളത്, അതായത് വിജയിച്ചെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ലെന്നും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശമല്ലെന്ന് പറയുകയും ചെയ്തതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ അവസാനിക്കുന്ന ഒരു യുദ്ധമുഖത്തല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത് എന്ന്.